എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഞ്ചഡ് ബീംസ് ആണ്. അപ്പോൾ എന്താണ് ഫ്ലാഞ്ചഡ് ബീംസ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ ലോഡ് കാൽക്കുലേഷൻ, അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലാഞ്ചഡ് ബീം സെഷനിൽ പഠിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ബീം, റെക്ടാങ്കുലർ ബീം എന്താണെന്ന് പഠിച്ചു. അതിൽ നിന്നും ഒരു ഫ്ലാഞ്ചഡ് ബീമിലേക്ക് എത്തുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ എല്ലാ ബീംസിന്റെ മുകളിലായിട്ട് നമുക്ക് സ്ലാബ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബീമിന്റെ ന്യൂട്രൽ ആക്സിസിന്, ഇതൊരു ബീം എടുക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ മുകൾ ഭാഗം കംപ്രഷൻ ആയിരിക്കും, താഴ്ഭാഗം ടെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിന്റെ മുകൾ ഭാഗത്തുള്ള സ്ലാബിനെ കൂടി ആ ബീമിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ റീസൺ, ന്യൂട്രൽ ആക്സിസിന്റെ താഴെയുള്ള കോൺക്രീറ്റ് ഓൾറെഡി വേസ്റ്റ് ആണ്. അത്രയും കോൺക്രീറ്റിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ പറയുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന് ആ ലിവറാം എന്താണെന്ന് ഓർമ്മയുണ്ടാവും, ലിവറാം കൊടുക്കുക എന്ന് മാത്രമാണ് ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റിന്റെ ധർമ്മം. അത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് താഴെ കോൺക്രീറ്റ് ആവശ്യമില്ല. സ്ട്രെസ്സും സ്ട്രെയിനും ട്രാൻസ്ഫർ ചെയ്യാനും, സ്ട്രെയിൻ ട്രാൻസ്ഫർ ചെയ്യാനും ആ ലിവറാം പ്രൊവൈഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റിന്റെ ആവശ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫ്ലാഞ്ച് സെക്ഷനോട് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് താഴെ ഉള്ള കോൺക്രീറ്റിനെ ഒഴിവാക്കാം എന്നുള്ളത് ഒരു റീസൺ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലാബിന്റെ ഒരു പോർഷനും കൂടി നമുക്ക് ബീമിന്റെ കംപ്രഷൻ സൈഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ റീസൺ, ഈ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റിനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, സ്ലാബിന്റെ പോർഷനെയും കൂടിയും ബീമിന്റെ കംപ്രഷൻ എടുക്കുന്ന ഭാഗമായിട്ട്, ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഡിസൈനിൽ നമുക്ക് എക്കണോമിക്കലായിട്ടും സ്ട്രക്ചറലായിട്ടും ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാഞ്ചഡ് സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ സ്ലാബിന്റെ ഒരു ഭാഗം കൂടി ബീമിലേക്ക് ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് ഫ്ലാഞ്ചഡ് സെക്ഷൻ എന്ന് പറയാം. എത്ര ഭാഗം ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഈ ബി എഫക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ BW എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് ആണ്. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഭാഗം ഫ്ലാഞ്ച്, വെർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗം വെബ്. നിങ്ങൾക്ക് അറിയാം, ഇതിനെ ഫ്ലാഞ്ച് തിക്നെസ് എന്ന് പറയും. ഓക്കെ, ഇനി ആസ് പെർ കോഡ് ഇങ്ങനെ പറയുന്നുണ്ട്, ദ സ്ലാബ് ഷാൾ ബി ഇന്റഗ്രലി വിത്ത് ദി വെബ്. അതായത് ബീമും സ്ലാബും ഇന്റഗ്രലി കൺസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമാണ് ടി ബീം ആയിട്ട് എടുക്കുള്ളൂ. ഇഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സ്ലാബ് ഈസ് പാരലൽ ടു ദി ബീം, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ ഫിഗർ. അത് നമുക്ക് ആ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യമാണ്. അത് 60% ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് ദി മിഡ് സ്പാനിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടി ബീമിനെ പറ്റി കോഡിൽ പറയുന്ന ഭാഗമാണ് 23.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് സ്ലാബ് ആണെങ്കിൽ ഇത് പ്ലാൻ വ്യൂ ആണ്, ഇത് അതിന്റെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ആ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ. ഈ മിഡ് സ്പാനിൽ കൊടുക്കുന്നതിന്റെ 60% റീഇൻഫോഴ്സ്മെന്റ് സെന്ററിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു നമുക്ക് ഈ ടി ബീംസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ടി ബീംസ് ആൻഡ് എൽ ബീംസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അറ്റത്തൊരു ബീം, ഇപ്പൊ നമ്മുടെ MT ലാബിന്റെ ഏറ്റവും ഈ അറ്റത്തുള്ള ബീം, ആ ബീമിന് വീണ്ടും ഒരു ഡിസ്കണ്ടിന്യൂസ് എൻഡ് ആണല്ലേ. അപ്പൊ ഇതെടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു സ്ലാബ് ഇല്ല, അപ്പൊ അത് എൽ ബീം എന്നാണ് അറിയപ്പെടുക. അതുപോലെ സെൻട്രലുള്ള സാധാരണ ബീംസ്, സാധാരണ ഒരു ബീം അതിന് മുകളിൽ രണ്ട് സൈഡിലോട്ടും സ്ലാബ് പോകുന്നുണ്ടെങ്കിൽ അതിനെ ടി ബീം എന്ന് പറയും. ഒരു സൈഡിലോട്ട് സ്ലാബ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എൽ ബീം എന്ന് പറയും. ഇതിനെല്ലാത്തിനും ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ഉണ്ട്, ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ഉണ്ട്, ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് ഉണ്ട്, ടോട്ടൽ ആയിട്ടുള്ള ഓവറോൾ ഡെപ്ത് ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ബീം കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ലാബ് എടുക്കുകയാണ്. സ്ലാബ് ഒരു 6 മീറ്റർ 10 മീറ്റർ ലെങ്ത്തിൽ സ്ലാബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മീറ്റർ 3 മീറ്റർ 3 മീറ്ററിലായിട്ടാണ് നമ്മൾ ഓരോ ബീംസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം സ്ലാബിന്റെ പോർഷന് ഈ ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നതിന്റെ ഒരു ഫോർമുലയാണ് ഈ കോഡിൽ പറയുന്നത്. ടി ബീംസിൽ L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലിയർ സ്പാൻ ആണ് ബൈ 6 പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് ദി വെബ്, നമ്മൾ കൊടുക്കുന്ന ബീമിന്റെ വിഡ്ത്ത് പ്ലസ്
6 into depth of the flange. Depth of flange എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബിന്റെ തിക്നെസ് ആണ്. സോ ഒന്നുകിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ ആക്ച്വൽ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്, ഈ ഒരു ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ബീമുകൾ തമ്മിലുള്ള സെന്റർ ടു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത്രയാണ് മാക്സിമം ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് പാടുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. ഇനി എൽ ബീംസിനെ സംബന്ധിച്ച് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീംസിനാണ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബീംസ്, ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു ബീം ടി ബീം നിൽക്കുകയാണെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ഫോർമുല പറയുന്നത്. L0 എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്പാൻ ആണ്. L0/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. BW എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീംസുകൾ ഉണ്ടെങ്കിലുള്ള കാര്യവും, ഇത് ഒറ്റയ്ക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ടി ബീം ഉണ്ടെങ്കിയ കാര്യമാണ്. സോ ഇതാണ് എഫക്റ്റീവ് വിഡ്ത്തിനായിട്ടുള്ള കാൽക്കുലേഷൻ. ഇത് കോഡിൽ. അതുപോലെ തന്നെ എൽ ബീംസിന് എങ്ങനെയാണ് എഫക്റ്റീവ് ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഇതൊന്നുമില്ല, നേരത്തെ കണ്ടതിന്റെ ഈ BW ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിന്റെ പകുതി കണ്ടതാണ്. നേരത്തെ L0/6 ആയിരുന്നു, അതിന്റെ പകുതി L0/12. ഇവിടെ 6df ആയിരുന്നു, അതിന്റെ പകുതി 3df. അതുപോലെ ഐസൊലേറ്റഡ് ബീംസിനായാലും ഒരു ഹാഫ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ തന്നെ ഒരു ഹാഫ് എടുത്തു. BW അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറ്റത്തുള്ള ഒരു ബീം എടുക്കുകയാണെങ്കിൽ ആ അറ്റത്തുള്ള ബീമിലേക്ക് ആ സ്ലാബിന്റെ എത്രത്തോളം പോർഷൻ നമുക്ക് ഫ്ലാഞ്ചിൻ്റെതായിട്ട് എടുക്കാം എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് ഈ ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ചിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കോഡിൽ എവിടെയാണെന്നുള്ളതാണ് ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഓക്കെ, കോഡിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 23.1.2 എന്ന് പറയുന്ന ക്ലോസിലാണ് കിടന്നത്. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. ഇത് സാധാരണ ഒരു 6 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്ലോസസ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇനി കണ്ടിന്യൂസ് ബീംസ് എടുക്കുകയാണെങ്കിൽ, ഫ്രെയിംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 0.7 ടൈംസ് ദി എഫക്റ്റീവ് സ്പാൻ എടുക്കാനായിട്ട് പറഞ്ഞു. ഞാനിതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാണ്. അതിന് മുമ്പ് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ടി ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് വരുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഫോർമുലകൾ എങ്ങനെ വന്നെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഈ ഒരു ഭാഗത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കോഡിൽ എക്സാക്ട് ത്രൂ ഔട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈച്ച് ലൈൻ ബൈ ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പരീക്ഷയ്ക്ക് കുറച്ച് ചോദ്യം വരുമ്പോൾ ചോദ്യം നോക്കി കോഡ് ഫോളോ ചെയ്ത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% കോഡിലുള്ള ഒരു ഭാഗമാണ് ടി ബീംസ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് പഠിക്കാം. ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ പലരും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു സാധാരണ ബീമിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ഞാൻ ഈ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 0.002 വരെ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ബ്ലോക്കിൽ ലീനിയർ ആയിട്ടാണ് വേരിയേഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വേരിയേഷൻ ആണ് ഉണ്ടാവുക. 0.45 FCK എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് എവിടെയാണ് ആവശ്യം വരിക എന്നുള്ളത് ഞാൻ ഇനി വരുമ്പോൾ പറയാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ടി ബീമിൽ നമ്മൾ ന്യൂട്രൽ ആക്സിസിൽ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫ്ലാഞ്ചിന്റെ ഉള്ളിൽ ന്യൂട്രൽ ആക്സിസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫ്ലാഞ്ചിന് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഫോർമുലാസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 0.002 വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. ഈ ന്യൂട്രൽ ആക്സിസ് പൊസിഷൻ ആണ് മെയിൻ ആയിട്ട് 2 പൊസിഷനാണ് ഉണ്ടാവുക. ഒന്നുകിൽ ഫ്ലാഞ്ചിന്റെ ഉള്ളിൽ ന്യൂട്രൽ ആക്സിസ് വരാം. ഫ്ലാഞ്ചിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിൽ ന്യൂട്രൽ ആക്സിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭമാണ്. കാരണം കംപ്രഷൻ സൈഡ് മൊത്തം സ്ലാബിന്റെ ഉള്ളിൽ പെട്ടു, ടെൻഷൻ സൈഡിന് ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ്സ്, ഈ റീഇൻഫോഴ്സ്മെന്റ് ആകെ ഇത്ര കോൺക്രീറ്റ് മാത്രമേ ഇടേണ്ടി വരുന്നുള്ളൂ. ഇതിന് താഴെയുള്ള കോൺക്രീറ്റ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയ ബീം ഉണ്ടാക്കിയാലും, ശ്രദ്ധിക്കാം, ഇങ്ങനത്തെ ഒരു വലിയ ബീം ഉണ്ടാക്കിയാലും ഇതുപോലത്തെ ടി ബീം ഉണ്ടാക്കിയാലും അതിന് സെയിം എഫക്റ്റ് ആണ്. കാരണം എന്താ, ന്യൂട്രൽ ആക്സിസിന് താഴെ കോൺക്രീറ്റിന് പ്രത്യേകിച്ച് യൂസ് ഇല്ല. സോ ഇങ്ങനത്തെ ഒരു വലിയ ബീമും ഇങ്ങനത്തെ ഒരു ടി ബീമും ഈക്വൽ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദി ഫ്ലാഞ്ച് വന്നു കഴിഞ്ഞാൽ. സോ ഇതിന്റെ മുകളിൽ കംപ്രഷൻ ആയിരിക്കും,
താഴെ ടെൻഷൻ ആയിരിക്കും. താഴെ നമുക്ക് നോക്കാം വളരെ കുറച്ച് കോൺക്രീറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. സോ നമുക്ക് വളരെ എക്കണോമിക്കലി ഭയങ്കര ലാഭമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കംപ്രസീവ് ഫോഴ്സ് ടെൻസൈൽ ഫോഴ്സ് ഒക്കെ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. 0.87 FY × AST തന്നെ ആയിരിക്കും. പക്ഷെ കംപ്രഷൻ സൈഡിലുള്ള ഫോഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കറിയുന്ന ഫോർമുലയാണ് 0.36 FCK XU × B എന്നാണ് നമ്മൾ സാധാരണ എഴുതാറ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? BF എന്ന് എഴുതാം. കാരണം കണ്ട ഇത്രയും ഭാഗത്തെ ഏരിയ നമുക്ക് ഉപയോഗിക്കാം. ഈ ഫോർമുല കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിന് വന്നു എന്ന്. കാരണം സാധാരണ ഒരു ബീം ആണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തെ ബി മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇതൊരു ഫ്ലാഞ്ചർ ബീം ആയതുകൊണ്ട് ഇത്രയും ഭാഗത്തെ ബിയുടെ എഫക്റ്റ് നമുക്ക് കംപ്രസീവ് ഫോഴ്സിൽ കിട്ടി. സോ നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പ്യൂട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷെ താഴത്ത് കോൺക്രീറ്റ് ഇടേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഈ പറയുന്ന 0.002 വെറുതെ നോക്കുക. ഈ ഒരു കേസിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് നിലവിലില്ല. ഓക്കെ, സോ ദിസ് ഇസ് കംപ്രസീവ് ഫോഴ്സ് 0.36 FCK × XU × BF. നമുക്കിനി അടുത്ത കേസിലോട്ട് വരാം. ഈ ഒരു കേസിൽ ന്യൂട്രൽ ആക്സിസ് പൊസിഷൻ വിത്തിൻ ദി വെബ് ആണ്. വിത്തിൻ ദി വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗമാണ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിന്റെ കംപ്രസീവ് ഫോഴ്സിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് ആണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇത്രയും പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ബീം, സാധാരണ ഒരു ബീം എങ്ങനെയാണോ അതുപോലത്തെ ബീം. സോ 0.36 FCK × BW ആണ് ഇതിന്റെ വിഡ്ത്ത്. ഈ ഒരു ഭാഗത്തിന്റെ വിഡ്ത്ത് BW ആണ് × XU. ഇവിടെ ന്യൂട്രൽ ആക്സിസ് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ന്യൂട്രൽ ആക്സിസ് ഉള്ളത്. സോ ഈ ഒരു ബീമിനെ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തിന്റെ സ്ട്രെസ്സും അതിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ഇതാണ് ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. അവിടെ ഞാനൊരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, 0.002 വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അതായത് ഇവിടം മുതൽ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് കഴിയുന്നത് വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇവിടം മുതൽ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് കഴിയുന്നത് വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. അത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഭാഗം, ഈ ഓറഞ്ച് ഭാഗം എടുക്കുന്ന ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഇവിടുത്തെ സ്ട്രെസ് 0.45 FCK ആണ്. ത്രൂ ഔട്ട് 0.45 FCK ആണ്. സോ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ 0.45 FCK ഇൻറ്റു ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ത്രൂ ഔട്ട് ഇവിടം വരെ ഉണ്ട് അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെ ഒരേ സ്ട്രെസ് ആണ്. ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരേ സ്ട്രെസ് ആണ്. സോ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ഇൻറ്റു ഈ മൊത്തം വിട്ട് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഓൾറെഡി ഈ വിട്ട് എടുത്തു പോയിട്ടുള്ളതാണ്. സോ BF - BW. BF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് BF. അതിൽ നിന്നും BW കുറയ്ക്കുക. ഓക്കെ, സോ നമ്മൾ എടുത്തത് 0.45 FCK ഇൻറ്റു BF - BW ഇൻറ്റു DF. ഇതാണ് ഇതിൽ വരുന്ന കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, ഇത് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ വിത്തിൻ ദി വെബ് ആണ്. ഇനി വിത്തിൻ ദി വെബ് തന്നെ വേറൊരു രീതിയിലും കൂടി ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ വരും. അത് നമുക്ക് അടുത്ത കേസിൽ നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത കേസ്. അപ്പൊ ആദ്യം ഈ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ, ഇത് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ ആണ്. ഇതേ വിത്തിൻ ദി വെബ് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ വരിക. പക്ഷെ അത് നമുക്ക് വിഷയമല്ല. നമ്മൾ നോക്കുന്നത് ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനുള്ളിൽ എന്ത് സംഭവിക്കുന്നതാണ്. ഇതാണ് ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഉടനെ തന്നെ നമ്മൾ 0.002 വരെ പോയി നോക്കി. അപ്പൊ നോക്കിയപ്പോ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും ഉള്ളിലാണ് ഈ പറയുന്ന ഇത് വരിക. അതായത് ഇവിടം മുതൽ ഈ റെഡ് ലൈൻ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ മാത്രമാണ് എന്തുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഇതിന് കിട്ടുള്ളൂ. ബാക്കിയുള്ള ഇവിടുത്തെ സ്ട്രെസ് ഇങ്ങനെ കർവ് ചെയ്ത് പോവാണ്. നിങ്ങൾ ആ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യുന്നതിന്റെ ബ്യൂട്ടിനെ പറ്റി ആലോചിക്കുക. അതായത് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഫോർമുല ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കണം. സോ ഇവിടം മുതൽ ഇവിടം വരെയുള്ള സ്ട്രെസ്സിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു കുഞ്ഞു ഭാഗത്തെ സ്ട്രെസ്സിനെ നമ്മൾ ഒഴിവാക്കാണ്. ആ YF എന്ന് പറയുന്ന ഡെപ്ത് എന്താണെന്ന് നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഡെപ്ത് ഞാൻ പറയാം, DF എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിൽ
ഇതിൻ്റെ ഉള്ളിലാണ് 0.00 വരുന്നത്. സോ ഇവിടെ മുതൽ ഇവിടെ വരെ മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉള്ളൂ. ആ ഡെപ്ത് ആണ് YF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിന്റെ ഈ ഒരു ഭാഗത്തിന്റെ T സെക്ഷന്റെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഈ ഒരു പച്ച ഭാഗത്തിന്റെ കംപ്രസീവ് ഫോഴ്സ് നമുക്കറിയാം 0.36 FCK BW into XU. BW എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് ആണ്. സാധാരണ ഒരു ബീം എങ്ങനെയാണോ കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്നത് അത്രയും കംപ്രസീവ് ഫോഴ്സ് എടുക്കും. ഇനി ഈ ഭാഗവും എടുക്കാനായിട്ട് നമ്മൾ എടുത്ത പോലെ ഇവിടുത്തെ സ്ട്രെസ് 0.45 FCK ആണ്. എത്ര ഡെപ്തിലുണ്ട്? YF ഡെപ്തിലുണ്ട്. സോ 0.45 FCK ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YF ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BF-ൽ നിന്നും ഈ ഭാഗം ഓൾറെഡി നമ്മൾ എടുത്തതല്ലേ, അപ്പോൾ ഇത് കുറച്ച് കളയണം. സോ നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് നമുക്ക് ഇതായിട്ട് കിട്ടും. ഇങ്ങനെ രണ്ട് ന്യൂട്രൽ ആക്സിസ് പൊസിഷൻസ് വിത്തിൻ ദി വെബിൽ തന്നെ വരും. വിത്തിൻ ദി വെബിൽ ന്യൂട്രൽ ആക്സിസ് വരുമ്പോൾ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിന്റെ ഉള്ളിലാണോ പുറത്താണോ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ വരുന്നത് എന്നാണ് നമ്മൾ ആധാരമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിങ് എല്ലായിടത്തും വരും. അത് നമുക്ക് ഫീൽ ചെയ്യണം. ന്യൂട്രൽ ആക്സിന്റെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടി വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. സോ ഞാൻ ഇതുവരെ പറഞ്ഞത് തിയറി ആണെന്ന് പറയാം. ഇത് വേണമെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂട്രൽ ആക്സിസ് ഈ പറയുന്ന ഫ്ലാഞ്ചിന്റെ ഉള്ളിലാണ് എന്ന് അസ്യൂം ചെയ്യാണ്. എന്നിട്ട് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുക. 0.36 FCK XUB. ബിയുടെ സ്ഥാനം കൊടുക്കണം ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആണ് കൊടുക്കുന്നത്. ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ദാറ്റ് ഈക്വൽ ടു 0.87 FY ഇൻറ്റു AST എന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു XU വാല്യൂ കിട്ടും. ആ XU വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്, ഫോർ എക്സാമ്പിൾ സ്ലാബ് ആണ് ഡെപ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിന്റെ തിക്നെസ് 120 ആയിരിക്കും. 120ക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മുടെ അസംഷൻ റൈറ്റ് ആണ്. നമുക്ക് അത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇനി അങ്ങനെയല്ല കിട്ടിയിട്ടുള്ളത്, ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂ വെച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് അസംഷൻ റോങ് ആയിട്ട് മാത്രമേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അസംഷനിലോട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പോകണം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈ കിട്ടുന്ന വാല്യൂ ഫ്ലാഞ്ചിനെക്കാളും കുറവാണെങ്കിൽ ഓക്കെ, കൂടുതലാണെങ്കിൽ നോട്ട് ഓക്കെ. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ വാല്യൂ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അസംഷനിലോട്ട് പോകണം. സോ നമുക്ക് നെക്സ്റ്റ് അസംഷനിലോട്ട് പോവാം. ഇതാണ് നെക്സ്റ്റ് അസംഷൻ. നമ്മൾ എപ്പോഴും ന്യൂട്രൽ ആക്സിസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാണ്. ടെൻസൈൽ ഫോഴ്സ് എപ്പോഴും സെയിം തന്നെയാണ്, പക്ഷെ കംപ്രസീവ് ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഒരു ഫോർമുലയാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അസ്യൂം ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദി വെബ്. നമുക്ക് ആദ്യം ഇതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.36 അറിയാം, FCK അറിയാം, ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് അറിയാം, XU നമുക്ക് അറിയില്ല, 0.45 അറിയാം, FCK അറിയാം, BF അറിയാം, BW അറിയാം, YF നമുക്ക് അറിയില്ല. YF നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് XU അറിയുന്നുണ്ടാവില്ല. അപ്പോൾ XUയുടെ XU തന്നെ ഇടാം. അങ്ങനെ ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു YF-ന്റെ വാല്യൂ XU-ന്റെ വാല്യൂ കിട്ടും. XU-ന്റെ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് XU-ന്റെ വാല്യൂ കിട്ടും. XU-ന്റെ വാല്യൂ തിരിച്ച് ഇതിൽ കൊടുക്കുക, YF-ന്റെ ഇക്വേഷനിൽ കൊടുക്കുക. YF-ന്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന YF-ന്റെ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയ വാല്യൂ വെച്ച് പ്രൊസീഡ് ചെയ്യാം. അതാണ് നിങ്ങളുടെ XU വാല്യൂ. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന XU വാല്യൂ തിരിച്ച് YF-ൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന YF DF-നെക്കാട്ടിലും കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓർ നോട്ട്, റീകാൽക്കുലേറ്റ് XU ബൈ ഈക്വേഷൻ മാറ്റുക. ഈ YF-ന് പകരം DF ഇട്ട് കൊടുക്കുക, എന്നിട്ട് XU കണ്ടുപിടിക്കുക. ആ XU ആണ് നിങ്ങളുടെ ശരിക്കുള്ള XU. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദി ഫ്ലാഞ്ച് ആണെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അവിടെ അസംഷൻ തെറ്റാണെങ്കിൽ ഈ അസംഷനിലോട്ട് വരാം. ഈ അസംഷനിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ YF-ന് ഈ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് XU കണ്ടുപിടിക്കും. XU കണ്ടുപിടിച്ച് കഴിഞ്ഞ് തിരിച്ച് YF-ൽ ഇട്ട് കൊടുക്കും. അങ്ങനെ YF-ൽ ഇട്ട് കൊടുത്തിട്ട് DF ആയിട്ട് കമ്പയർ ചെയ്യും. DF-നേക്കാളും കുറവാണെങ്കിൽ ഓക്കെ, കുറവല്ലെങ്കിൽ ഈ ഫോർമുല വെച്ച് XU കാണണം. ഓക്കെ, ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് ദി ന്യൂട്രൽ ആക്സിസ്. ഇനി നമുക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനായിട്ട് ത്രൂ ഔട്ട് കോഡിലുണ്ട്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സെക്ഷൻ ബാലൻസ്ഡ് ആണോ
അതോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്സ് വെച്ച് കണ്ടുപിടിക്കുക. അതിന്റെ ഡെപ്ത് XUmax ആയിട്ട് XUmax/D റേഷ്യോ നമുക്കറിയാലോ, മുമ്പ് പഠിച്ചതാണ് XUmax/D റേഷ്യോ, അതായിട്ട് കമ്പയർ ചെയ്യുക. XU is equal to XUmax ആണെങ്കിൽ നമ്മുടെ സെക്ഷൻ ബാലൻസ്ഡ് ആണ്, അങ്ങനെ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണ്. അതിൽ 2 കേസാണ് വരിക. XU ലെസ് ദാൻ XUmax ആണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഓവർ റീഇൻഫോഴ്സ്ഡ്. നമുക്ക് ബാലൻസ്ഡ് സെക്ഷനും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനും മാത്രമാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാലൻസ് സെക്ഷൻ ആയതുകൊണ്ട് XUയും XUmax ഈക്വൽ ആയിരിക്കും. അപ്പൊ കിട്ടുന്ന വാല്യൂ XUmaxന്റെ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും കുറവാണെന്ന് നോക്കുക. കുറവാണെങ്കിൽ G1.1 എന്ന് പറഞ്ഞിട്ട് കോഡിൽ ഒരു ക്ലോസ് ഉണ്ട്, ആ ക്ലോസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇങ്ങനെയായിരിക്കും നമ്മൾ വരിക. ഇതിന് മുകളിൽ മൊത്തം കംപ്രഷൻ, താഴത്തെ ടെൻഷൻ. ഓക്കെ, താഴത്തെ ടെൻഷനെ പറ്റി ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എപ്പോഴും 0.87 FI × AST ആണ്, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാത്തത് കേട്ടോ. സോ ദിസ് ഇസ് ദി കംപ്രസീവ് ഫോഴ്സ് ഇൻ ഗ്രീൻ. ഇനി XU എന്ന് പറയുന്നത് കിട്ടിയ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 2 കേസ് കാണാം. DF/D ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് ഡിവൈഡ് ബൈ എഫക്റ്റീവ് ഡെപ്തിന്റെ വാല്യൂ ലെസ് ദാൻ 0.2 ആണെങ്കിൽ നിങ്ങൾ IS കോഡിൽ ഈ ഒരു ക്ലോസ് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി DF/D ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലോസ് വേണം ഫോളോ ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ 2 ക്ലോസ് വന്നു? അതിനുള്ള ഉത്തരമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. എന്താണ്? ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിന്റെ ഉള്ളിലാണോ 0.002 സ്ട്രെയിൻ വരുന്നത്, പുറത്താണോ 0.002 സ്ട്രെയിൻ വരുന്നത്? ഇത് ഉള്ളിലാണ് 0.002 സ്ട്രെയിൻ വരുന്നതെങ്കിൽ ഈ കേസും, പുറത്താണ് 0.002 സ്ട്രെയിൻ വരുന്നതെങ്കിൽ ഈ കേസുമാണ്. പക്ഷെ ഉള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വലിയ മലമറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റേഷ്യോ ചെക്ക് ചെയ്താൽ മതി എന്നാണ് കോഡ് പറയുന്നത്. ഓക്കെ, സോ 0.002 സ്ട്രെയിൻ DFന് പുറത്താണെങ്കിൽ ഈ ഫോർമുല, DFന് ഉള്ളിലാണെങ്കിൽ ഈ ഫോർമുല. അത് എങ്ങനെയാണ് അറിയുക ഉള്ളിലാണോ പുറത്താണോ എന്ന്? അത് ഈ DF/D ചെക്ക് ചെയ്താൽ മതി. ഇത് കോഡിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അണ്ടർ റീഇൻഫോഴ്സ്ഡിനെ കൂടെ എഴുതിയതാണ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആകുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു പോവാം കമ്പാരിസൺ വേണ്ടിയിട്ട്. XU എന്ന് നിങ്ങൾ എവിടെയൊക്കെ കാണുന്നോ കോഡിൽ, അവിടെയൊക്കെ XUmax ആയി മാറ്റിയിട്ടുണ്ടാവും. സോറി, XUmax എന്ന് നിങ്ങൾ എവിടെയൊക്കെ കാണുന്നോ കോഡിൽ അവിടെയൊക്കെ XU എന്നാക്കിയിട്ടുണ്ടാവും. ഇവിടെ വെച്ചിട്ടുണ്ട് റീപ്ലേസ് XUmax ബൈ XU. എവിടെയൊക്കെ നിങ്ങൾ XUmax കാണുന്നു അവിടെയൊക്കെ XU ആക്കി മാറ്റണം. പിന്നെ ഇവിടുത്തെ ആ ഒരു നേരത്തെ പറഞ്ഞ റേഷ്യോ 0.2 എന്ന് പറയുന്ന റേഷ്യോ അവർ മാറ്റിയിട്ട് 0.43 ആക്കിയിട്ടുണ്ട്. ഇവിടെയും ഒക്കെ ചെയ്യേണ്ടത് XUmaxനെ XU വെച്ച് റീപ്ലേസ് ചെയ്യാനാണ്. അത് നമുക്ക് ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് Annex G. Annex Gയിലാണ് നമ്മളുടെ മെയിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ കേസ് 1 ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദി വെബ് ആണെങ്കിൽ, ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദി ഫ്ലാഞ്ച് ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് XU ലെസ് ദാൻ ഈ ഫോർമുലകൾ ഉപയോഗിക്കാം നമുക്ക്. ഞാൻ അടുത്ത സ്ലൈഡിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. XU ലെസ് ദാൻ ഇതാണ് XU ലെസ് ദാൻ DF ആണെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുലയോ ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. FI അറിയാം, AST അറിയാം, D അറിയാം, B അറിയാം, D അറിയാം, എല്ലാം അറിയാം. ഈ ഫോർമുല ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ബാലൻസ് സെക്ഷന് ന്യൂട്രൽ ആക്സിസ് XU ലെസ് ദാൻ DF ആണെങ്കിൽ മാത്രം യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. ഇനി ചിലപ്പോൾ അങ്ങനെ ആവില്ല, XU അല്ലെങ്കിൽ XUmax ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. ബാലൻസ് സെക്ഷൻ ആണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. DF/D ലെസ് ദാൻ 0.2. ഇതിന്റെ അർത്ഥം 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ ന്യൂട്രൽ ആക്സിസിന് പുറത്താണ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. DF/D ഡസ് നോട്ട് കോഡിൽ ത്രൂ ഔട്ട് എഴുതി പോയിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. XUmax അറിയാം, D ഓവർ എഫക്റ്റീവ് ഡെപ്ത്, FCK അറിയാം, ബ്രെഡ്ത്ത് ഓഫ് ദി വെബ്, BF ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്, BW ബ്രെഡ്ത്ത് ഓഫ് ദി വെബ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം.
ഇനി ഇത് കണ്ട, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂട്രൽ ആക്സിസിന്റെ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും കൂടുതലാണ്. ഈ കേസ് എന്താ പറയുന്നത്, മക്കളെ 0.002 സ്ട്രെയിൻ വരുന്നത് ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോഴാണ് നമ്മളുടെ ആള് വരിക, YF അല്ലെങ്കിൽ YT എന്ന് പറയുന്ന നമ്മുടെ ആള് വരിക. അത് വെച്ച് ഈ ഫോർമുല റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതും കോഡിലുണ്ട് G2.2.1. when DF exceeds 0.2 കൂടുതലാണെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇങ്ങനെ കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ YF എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം എന്താണെന്നും കോഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് കോഡ് വെച്ചിട്ട് വേണം ഈ ഒരു ക്ലാസ് കേൾക്കാനും നോട്ട് എഴുതാനും. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ വരികയാണ്. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് XU ഈക്വൽ ടു XU മാക്സ് ആയിരുന്നു. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ബാലൻസ് സെക്ഷൻ ആണെന്ന് പറയും. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം XU കണ്ടുപിടിക്കുക. XU എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ കിട്ടുന്ന വാല്യൂ XU മാക്സ് ബൈ D റേഷ്യോയിലത്തെ XUവിനെക്കാട്ടിലും കുറവാണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, കണ്ട, XUവിന്റെ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനേക്കാളും കുറവാണെങ്കിൽ ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അതിൽ XU മാക്സിന് പകരം XU നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ XU മാക്സ് ഒരു 150 ആയിരിക്കാം, നമുക്ക് കിട്ടിയിട്ടുള്ളത് 125 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ XU മാക്സ് എന്ന കോഡിൽ കാണുന്നിടത്തൊക്കെ XU നമുക്ക് ചെയ്യാം. ഇനി XUവിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ള ന്യൂട്രൽ ആക്സിന്റെ വാല്യൂ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിനെക്കാട്ടിലും കൂടുതലാണ് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് ന്യൂട്രൽ ആക്സിസ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോൾ തന്നെ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് 0.002 സ്ട്രെയിൻ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ചിന്റെ പുറത്ത് വരുന്നതും ഒന്ന് വരുന്നതും. അങ്ങനെയാണെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ട അതേ ഫോർമുല തന്നെ അതിൽ XU മാക്സ് എന്ന് കാണുന്നിടത്തൊക്കെ XU ആക്കാം, XU മാക്സിന് കാണുന്നിടത്തൊക്കെ ഇതിലും XU ആക്കി മാറ്റാം. നോക്കാം, ഇത് കണ്ടില്ലേ, നേരത്തെ ഇത് തന്നെയാണ് ഞാൻ XU ലെസ് ദാൻ DF ആണെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനായിട്ട് ഇത് രണ്ടും ഉപയോഗിക്കാം. അതിൽ ഈ XU മാക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള XU എടുക്കണം. ഓക്കെ, ഇതാണ് XUവിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഫോർമുല. കേസ് 1. കേസ് 2 ആകുമ്പോൾ നേരത്തെ ഇവിടെ 0.2 എന്ന് വരുന്നത്, അതിന് പകരം 0.43 എന്നുള്ള ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് XU മാക്സ് എന്ന് എവിടെയൊക്കെ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ എന്താക്കി മാറ്റണം, XU ആക്കി മാറ്റണം എന്നുള്ളത് രണ്ടാമത്തെ ഡിഫറൻസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് കോഡ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കേസ് നമ്മൾ എടുത്തു. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്, XU ഗ്രേറ്റർ ദാൻ DF ആണ്, DF ബൈ D റേഷ്യോ ഗ്രേറ്റർ ദാൻ 0.43 ആണ്. ഇതിനർത്ഥം എന്താ, നമ്മളുടെ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ എടുക്കുന്നത് DFന്റെ ഉള്ളിലാണ്, അതാണ് ഇതിനർത്ഥം. സോ ഞങ്ങൾ കൂടുതലായതുകൊണ്ട് XU മാക്സ് എന്ന് കാണുന്നിടത്തൊക്കെ XU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. YFന് പകരം ഇതിലുണ്ട് കോഡിലുള്ള ഫോർമുല, പഴയ ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഫോർമുല. ഓക്കെ, അപ്പൊ റീഇൻഫോഴ്സ്ഡ് ആകുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് മാറുക. ഒന്ന് 0.2 എന്ന് പറയുന്ന റേഷ്യോ 0.43 ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ എവിടെയൊക്കെയാണോ ബാലൻസ് സെക്ഷന് XU മാക്സ് എന്ന് എഴുതിയിട്ടുള്ളത് അവിടെയൊക്കെ XU എന്നായിട്ട് റീപ്ലേസ് ചെയ്താണ്. വളരെ സിമ്പിൾ ആയിട്ട് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തത് ഈ പറയുന്ന റേഷ്യോസിനെ, സിംപ്ലി സപ്പോർട്ടർ ആകുമ്പോൾ ഈ റേഷ്യോനെ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. അത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിന് വിത്ത് റെസ്പെക്ട് ടു ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടായിരുന്നു. കംപ്രഷൻ സൈഡിൽ സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേറെ മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്ലാഞ്ച് സെക്ഷനിലോട്ട് വരുമ്പോൾ ഈ രണ്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ കൂടാതെ അത് നമ്മൾ കേസുകൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഇപ്പോൾ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് മാത്രം നോക്കിയുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കും. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദി ഏരിയ ഓഫ് ദി സ്ട്രെസ് ഇൻ ദി സ്റ്റീൽ ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് അതെടുക്കും. ഇനി കംപ്രഷനുള്ള TBM ആണെങ്കിൽ ഈ മോഡിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ എടുക്കും. ഇതെല്ലാം കൂടാതെ കണ്ടില്ലേ, ഫ്ലാഞ്ച്ഡ് ബീം ആണെങ്കിൽ നമ്മൾ അതെല്ലാം കൂടാതെ ഇതും കൂടി എടുക്കണം. ഈ ഒരു റിഡക്ഷൻ ഫാക്ടറും കൂടി നമ്മൾ എടുക്കണം. അതിന് കിട്ടാണ്ട് റേഷ്യോ ഓഫ് ദി വെബ് വിഡ്ത്ത് ടു ഫ്ലാഞ്ച് വിഡ്ത്ത്, അതായത് BW ഡിവൈഡ് ബൈ BF കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഡക്ഷൻ ഫാക്ടർ ആണ് നമ്മൾ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അതും കൂടി ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് ആ 20 എന്ന് പറയുന്ന സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ 20, കാനിവർ ആണെങ്കിൽ 7, കണ്ടിന്യൂസ് ആണെങ്കിൽ 26 അത് പറയുന്ന വാല്യൂവിനെ
സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് ഡിഫ്ലക്ഷൻ കൺട്രോളിന്, അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും കോഡ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കോഡിൽ നമുക്ക് പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് എഴുതിയിടാം. പക്ഷെ എക്സാം ആകുമ്പോൾ അത് മായ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം കോഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാതും ഉണ്ട്. ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേഷന്റെ ഫോർമുല മാത്രം കോഡിലില്ല. അത് നിങ്ങൾ തന്നെ പഠിക്കണം. ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് എക്സാക്ട് കോഡിലുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഈ സംഭവം, ഇതിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്. സോ നിങ്ങളിത് പഠിക്കുക. പഠിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറെ പേര് എക്സാമിന് സ്കിപ്പ് ചെയ്യുന്ന പോർഷനാണ്. പക്ഷെ കോഡിലുണ്ടെന്നുള്ള ഒറ്റ കാരണമാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കാം. പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു, സി യു.